ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ലസ് വൈബ് ഗൈസ്. അപ്പോൾ അതേ ഞങ്ങൾ ഇന്നും ഒരു യാത്രയിലാണ്. ഞങ്ങൾ ഇന്ന് ഉദ്ദേശിച്ചത് ഞാൻ, ചേച്ചിക്കുട്ടി, ജെയിംസ് ഏട്ടൻ, പിള്ളേർ സെറ്റിട്ടാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ട രണ്ടാൾക്കാരുടെ അവരുടെ ഏറ്റവും സ്പെഷ്യൽ ഡേ ഒന്ന് കളറാക്കാൻ വേണ്ടി പോണതാണ്. നമ്മുടെ റോബിൻ ചാണ്ടിൽ ഇൻസീഡിയും കുഞ്ഞാവയുടെ മാമൂദിസാണ് നാളെ. അങ്ങ് വയനാട്ടിലാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ പോകുന്ന വഴിക്ക് മഞ്ചേരിക്കായപ്പം നല്ല കിട്ടിലം കരിക്കിൻ്റെ സ്പോട്ട് കണ്ടു. അപ്പോൾ എന്തായാലും അവിടെ സ്പെഷ്യൽ ഉണ്ടാവുമെന്ന് വെച്ചിട്ട് നമ്മൾ ഇറങ്ങിയേട്ടാ. വാക്കത്തിയൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അത് നമ്മളവിടെ ചോദിച്ചപ്പോൾ കരിക്കിൻ്റെ ഷേക്ക് ഉണ്ട്, കരിക്കിൻ്റെ ജ്യൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കരിക്കിൻ്റെ ജ്യൂസ് കഴിക്കണം കേട്ടോ. കരിക്ക് ഷേക്ക് കഴിച്ചിട്ടുണ്ട് നമ്മൾ, കരിക്കിൻ്റെ ജ്യൂസ് ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കണം കേട്ടോ. 40 രൂപ, വെറും 40 രൂപ. അങ്ങനെ നമ്മൾ കുടിച്ച് നോക്കിയപ്പോൾ സെറ്റപ്പ് സാധനം ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പാഴ്സലും മേടിച്ച് വീണ്ടും നമ്മൾ വണ്ടി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമൊക്കെ വയനാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നിസ്സാരം എന്തിതൊക്കെ അങ്ങനെയായിരുന്നു. അതായത് നമ്മുടെ ചേച്ചിക്കുട്ടിയും ഫസ്റ്റ് പോസ്റ്റിങ് അവൾക്ക് പൂക്കോടായിരുന്നു. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഈ പറഞ്ഞ മാതിരി വരവും പോക്കൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് അതൊന്നും വിഷയമല്ലായിരുന്നു. പക്ഷേ കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് നമ്മൾ വീണ്ടും വയനാട്ടിലോട്ട് പോകുന്നത്. അവളുടെ ട്രാൻസ്ഫറിന് ശേഷം പിന്നെ നമ്മൾ അങ്ങനെ പോവാറുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പം എന്തായാലും രണ്ടും കൽപ്പിച്ച് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ വൈകുന്നേരം കയറുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഹെവി വണ്ടികളാവും. അതായത് ഭയങ്കര ഹെവി ആയിട്ടുള്ള വണ്ടികൾ പോകുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ അതിൻ്റെ പിന്നാലെ ഇഴഞ്ഞ് പോകേണ്ട വരും. പിന്നെ അവർ കയറി പൊക്കോളാനൊക്കെ പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് കയറി പോകാം. അല്ലാണ്ട് ഓവർടേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ റോബിൻ ചേട്ടൻ്റെ വീട്ടിലാണ് നമുക്ക് സ്റ്റേയും കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കണം. പക്ഷെ നമ്മളത് വേണ്ടാന്ന് വെച്ചു. കാരണം നമ്മളെത്തുമ്പോൾ നട്ടപ്പാതിര കഴിയും. അപ്പോൾ അവർ ഈ പാവങ്ങൾ ഉറക്കൊളിച്ചിരുന്ന് നമ്മളെ നോക്കിയിരിക്കും. നാളെ അവരൊരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പം ഉറക്കൊളിച്ചിരിക്കുന്നത് ശരിയല്ലല്ലോ. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, സാരമില്ല, നിങ്ങൾ കിടുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കോളാന്ന് പറഞ്ഞു. പിന്നെ റോബിൻ ചേട്ടൻ്റെ വീട് വരുന്നത് കുറുക്കമ്മല ഭാഗത്താണ് കേട്ടോ. അപ്പം അങ്ങോട്ടേക്ക് ഈ സമയത്ത് എത്താന്ന് പറഞ്ഞാൽ കുറച്ച് ഇതാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ജെയിംസ് ഏട്ടൻ വണ്ടി ഓടിച്ച് ടയേർഡായി. അപ്പോൾ നമുക്ക് ചുരം കയറി കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ എവിടെയെങ്കിലും നമ്മുടെ പണ്ടത്തെ നമ്മളെപ്പോഴും എടുക്കാറുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ നോക്കി അവിടേക്ക് എത്രതിന് മുന്നേ വേറെ ഏതെങ്കിലും നല്ലത് കാണുകയാണെങ്കിൽ അവിടെ കയറാമെന്നാണ് ജെയിംസ് ഏട്ടൻ പറഞ്ഞത്. കാരണം നല്ല റോഡ് നല്ല പണിയൊക്കെ നടക്കണ കുറച്ച് നമ്മൾ വലഞ്ഞു. നമ്മൾ നേരത്തെ ഇറങ്ങാഞ്ഞിട്ട് അത് വേറെ കാര്യം. അങ്ങനെ നമ്മൾ ചുരം കയറി നമ്മുടെ ലക്കടി ആയപ്പോൾ റൈറ്റ് സൈഡിൽ നല്ലൊരു സ്ഥലം കണ്ടു. അപ്പോൾ നമ്മൾ നൈസായിട്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല. നമ്മളവിടെ കയറി സ്റ്റേ എടുക്കുകയാണ് കേട്ടോ. കാരണം ഇനി ഈ സമയത്ത് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. പിള്ളേർ സെറ്റൊക്കെ മറ്റേ ഉറക്കം തൂങ്ങിയ കോഴി ഇരിക്കണ മാതിരിയാണ് ഇരിക്കണേ. കുഞ്ചൂസൊക്കെ കണ്ണ് തുറന്നിട്ട് കിട്ടണല്ലേ കുഞ്ചൂസിന്. അപ്പം ഇനിയിപ്പോൾ എന്തായാലും നാളെ കുളിച്ച് ഫ്രഷായി സെറ്റായിട്ട് പോകാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് നമുക്കൊന്ന് തല ചായ്ക്കണം, പിന്നെ കാലത്ത് എണീറ്റൊന്ന് ഫ്രഷ് ആവണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ കയറി റൂമൊക്കെ എടുത്തു. അപ്പോൾ കുഴപ്പമില്ലാത്ത റൂമൊക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഭാഗത്ത് എടുക്കുന്നത്. നമ്മളെപ്പോഴും വൈത്തിരിയിലാണ് എടുക്കാറ്, ചേച്ചി ഇവിടെ ജോലി ഉണ്ടായിരുന്ന സമയത്ത്. അപ്പം അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിക്കുള്ള സെറ്റപ്പാന്ന് തോന്നുന്നു, അറിയില്ല. എനിക്ക് റൂം ചെറുതാണെങ്കിലും ബാത്റൂം നല്ലതായാൽ മതിയായിരുന്നു. എനിക്ക് ആ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ അതേ നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. എല്ലാവരും ഉറക്കം വന്നിട്ടിരിക്കണം കേട്ടോ. സമയം പുലർച്ചെ 2:30 മണി ആയിട്ടുണ്ട്. കണ്ണൊന്നും തുറന്നിട്ട് കിട്ടണില്ല. അപ്പോൾ അത് ഞങ്ങൾ റൂമിലോട്ട് കയറി സാധനങ്ങളൊക്കെ വിരിച്ച് സെറ്റാക്കിയിട്ടാണ്. അപ്പം അധികമൊന്നുമില്ല, നമ്മുടെ ഒരു 2 പെട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഫുഡൊക്കെ നമ്മൾ കഴിച്ചിട്ട് വന്ന്, പിന്നെ ചെറിയൊരു സ്നാക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എക്സ്ട്രാ ബെഡും കാര്യങ്ങളൊക്കെ മേടിച്ച് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ ചെറിയ രീതിക്കുള്ള കോടയൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പുലർച്ചെ കുറച്ചുകൂടി കഴിയുമ്പം നല്ല രീതിക്ക് കോട വരുമെന്നാണ് പറഞ്ഞേക്കണേ, നമുക്കറിയില്ല. അപ്പോൾ അത് എല്ലാവരും കിടക്കാനുള്ള ഒരു സെറ്റപ്പ് ആയിട്ടുണ്ട്. പിള്ളേർ സെറ്റും ജെയിംസാണ് കിടക്ക. അവർ ആധിപത്യം സ്ഥാപിച്ചു. ഞാനും ചേച്ചി താഴെയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് രാവിലെ കണ്ടാലോ. അപ്പം ഞാൻ രാവിലെ നേരത്തെ എണീറ്റിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നേരത്തെ എണീറ്റു കേട്ടോ. പക്ഷേ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതൊക്കെ ഇങ്ങനെ കണ്ട് നിന്ന് വീഡിയോ എടുക്കാനായിട്ട് പെട്ടെന്ന് ബോധം പോയില്ല. പെട്ടെന്നാണ് ഞാൻ വീഡിയോ എടുത്തില്ലെന്ന് വിചാരിച്ച് ഇത്രയും ഭാഗം വീഡിയോ എടുത്തേട്ടാ. നല്ല രസമുണ്ട്, നല്ല കോടയും നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കുറച്ച് നേരം കൂടി ഇങ്ങനെ മൂടിപ്പോച്ച് കിടന്നുറങ്ങാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പം അവരെല്ലാവരും എണീറ്റ് മാറി തുടങ്ങി. പിള്ളേർ സെറ്റൊക്കെ അത് സെറ്റായി. ഞാനിപ്പോഴും കിടക്കയിൽ കിടപ്പാണ്. വേറെ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും കഴിയട്ടെ, എന്നിട്ട് എനിക്കൊരു 5 മിനിറ്റ് മതി എന്നുള്ള രീതിക്കാണ് ഞാൻ കിടക്കണത് കേട്ടോ. അപ്പം ഉറക്കം മാറിയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ കുളിച്ച് സെറ്റായി. നമ്മൾ താഴെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും ഇഡ്ഡലിയൊക്കെയാണ്.
അങ്ങനെ അതേ ചൂട് കാപ്പിയൊക്കെയാണ് കേട്ടോ. അത് ബ്രേക്ക്ഫാസ്റ്റ് പൂരിയൊക്കെ കഴിച്ച് നമ്മളവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് നമ്മൾ നേരെ റോബിൻ ചേട്ടൻ്റെ വീട് വെച്ച് പിടിക്കുകയാണ് കേട്ടോ. നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. വയനാട്ടുകാർക്ക് ഭയങ്കര സ്നേഹമാണ്, അതാണ് രസം. അങ്ങനെ ഇതേ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡ് കൊടുക്കണ സമയമായി. അപ്പോൾ ഇതാണ് നമ്മുടെ റോബിൻ ചേട്ടൻ കേട്ടോ. അപ്പോൾ റോബിൻ ചേട്ടൻ അച്ഛന് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയലും പറച്ചിലൊക്കെയാണ്. അപ്പം ലിൻസീനെ വീഡിയോ എടുക്കാനായിട്ട് കിട്ടിയില്ല, കുഞ്ഞാവ കരച്ചിലും പിടിച്ചിലൊക്കെ ആയിരുന്നു. ഇന്നത്തെ ദിവസം എന്തായാലും അങ്ങനെയും. അപ്പോൾ ഇതാണ് റോബിൻ ചേട്ടൻ്റെ അമ്മ കേട്ടോ. അപ്പോൾ കുഞ്ചൂസിൻ്റെ അടുത്ത് വർത്താനമൊക്കെ പറയുന്നുണ്ട്, ചേച്ചിയുടെ അടുത്തൊക്കെ കാര്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വയനാട്ടിലെ ബിരിയാണി ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് കേട്ടോ. അതായത് ഇങ്ങനൊരു പരിപാടിയുള്ള ബിരിയാണി. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം എറണാകുളത്തു നിന്നൊക്കെ കാണാൻ വന്നു എന്നൊക്കെ പറയുമ്പോൾ. അങ്ങനെ നമ്മൾ ടാറ്റ ബൈ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ വരെ എത്തിസ്ഥിതിക്ക് നമ്മൾ പ്ലാൻ ബി പുറത്തോട്ടിട്ടു. വേറെ ഒന്നുമല്ല ഗൈസ്, ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് പിന്നെ നമ്മൾ ഊട്ടി വരെ പോവാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മര്യാദകേടല്ലേ. ഇവിടെ നിന്ന് ഒരു 3 മണിക്കൂർ കഷ്ടിയുള്ളൂ. അപ്പോൾ നൈസായിട്ട് നമുക്ക് ഊട്ടിയും കൂടി കണ്ടിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ആരും ഒബ്ജക്ഷനൊന്നും പറഞ്ഞൊന്നുമില്ല. അപ്പോൾ നമ്മൾ നേരെ ഊട്ടിയിലോട്ട് വെച്ച് പിടിക്കുകയാണ്. അവിടുത്തെ ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചുട്ടുപഴുകണ ചൂട്ടിൽ നിന്ന് എങ്ങനെയും ഒന്ന് കുറച്ച് തണുപ്പ് കിട്ടുമ്പോൾ ഒരു സുഖമല്ലേ. പണ്ടേ നമുക്ക് ഈ കോൾഡ് വെതറിനോട് കമ്പം കുറച്ച് കൂടുതലായ കാരണം, പിന്നെ അതിന് പറ്റിയ വീട്ടുകാർ കൂടിയുള്ള കാരണം പിന്നെ എക്സ്പ്ലോറിങ്ങിന് പിന്നെ ക്ഷാമമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ നേരെ ഗുണ്ടല്ലൂർക്ക് വെച്ച് പിടിക്കുകയാണ്. പിന്നെ ഊട്ടിക്ക് വരുന്ന 80 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഗൂഡല്ലൂർ വഴി പോകാമെന്ന് വിചാരിച്ച് നമ്മളിതേ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടേ ഈ കാടും മേടുന്നൊക്കെ പറഞ്ഞ ഒരു വീക്ക്നെസ്സാണ്. പ്രത്യേകിച്ച് ആനേനൊക്കെ കാണാമെന്ന് പറഞ്ഞാൽ അതിനും വലിയ വീക്ക്നെസ്സാണ്. നമ്മൾ ഈ മലക്കപ്പാറയും വാൽപ്പാറയൊക്കെ പോയി കുറേ കണ്ട് മടുത്തതാണെങ്കിലും എന്നാലും ആനേനെ കാണാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ത്രില്ലാണ്. അപ്പോൾ ഈ ചുട്ടുപഴുക്കണ ചൂടിൽ നിന്ന് നമ്മൾ എങ്ങനെയും രക്ഷപ്പെട്ട് ഊട്ടിയിലത്തെ ക്ലൈമറ്റ് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാനാണ് പോണത്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ മാതിരി പാപിജൽ എന്നിട പാതാളം എന്നൊക്കെ പറഞ്ഞ മാതിരി ആവോ, അവിടെ ഒടുക്കത്തെ ചൂടാണാവോ എന്തോ. വെതർ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാണ് കണ്ടത്. ഇനിയിപ്പോൾ അവിടെ ചെല്ലും പറയാം ഗൈസ്. അപ്പോൾ നമ്മൾ ഊട്ടിയിലോട്ട് പോവാണ്. ഒരു 56 തവണ കണ്ടിട്ടുണ്ടാവും. എന്നാലും ഊട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും ഭയങ്കര ത്രില്ലാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ പിള്ളേർ സെറ്റിനായിക്കോട്ടെ, ജെയിംസ് ചേട്ടനായിക്കോട്ടെ, ചേച്ചിക്കായിക്കോട്ടെ, എനിക്കായിക്കോട്ടെ, ഈ കോൾഡ് വെതർ എന്ന് പറഞ്ഞ പ്രാന്താണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും നെല്ലിക്കും പേരയ്ക്കൊക്കെ കണ്ടോട്ടോ. എല്ലാത്തിൽ നിന്നും എടുത്ത് നമ്മൾ പിടിച്ചിട്ടുണ്ട്. ആ ചേച്ചിയാണെങ്കിൽ നല്ല സംസാരവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആവശ്യത്തിന് കൂടുതൽ മിളകും കാര്യങ്ങളൊക്കെ ഇട്ട് തന്നും. ഒരു കീച്ചങ്ങടെ കീച്ചി, എൻ്റെ പൊന്നോ എന്തുട്ട ടേസ്റ്റ് എന്നാ, ഒരു രക്ഷയില്ല കേട്ടോ. നീ ഇത് കഴിച്ചതിൻ്റെ പിന്നാലെ കുറച്ച് വെള്ളം കൂടി കുടിച്ചാൽ ആഹാ അടിപൊളി. അപ്പോൾ നാളത്തെ കാര്യം ഏകദേശം തീരുമാനവും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പാക്കിങ് ചെയ്ത് എടുത്ത് കൊണ്ടുപോവാണ്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച്, പൈനാപ്പിൾ ഉപ്പിലിട്ടത്, പൈനാപ്പിൾ, പേരക്ക എല്ലാം മേടിച്ചപ്പോൾ ഏകദേശം നമ്മുടെ സൂര്യൻ ചേട്ടൻ ടാറ്റ ബൈ ബൈ പറയുന്ന സമയമായിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ കുറച്ച് പിള്ളേർ സെറ്റൊക്കെ പാട്ടൊക്കെ വെച്ച് ജാതി ടിസ്റ്റഡിയാണ് കേട്ടോ. നമ്മൾ എവിടെ ചെന്നാലും അങ്ങനെ ജാതി ടിസ്റ്റഡിയൊക്കെ കാണും. അങ്ങനെ നമ്മൾ ഊട്ടിയിലോട്ട് എത്തി. ഏകദേശം ഒരു 7:30-8 മണിയായിട്ടാണ്. അങ്ങനെ നമ്മൾ ഊട്ടിയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഏകദേശം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റേ എടുത്തേക്കുന്നത് ഇവിടെയാണ്, ഒരു കുന്നുംപുറത്താണ്. അപ്പം നല്ല കിടിലനായിട്ടുള്ള ആംബിയൻസൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അങ്ങനെ നമ്മൾ രാവിലെ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ രാത്രിയിലത്തെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം കയ്യിൽ നിന്ന് പോയി, ഉറക്കമൊക്കെ വന്ന് പെട്ടെന്ന് പോയി. അങ്ങനെ നമ്മൾ രാവിലെ കുളിച്ച് സെറ്റായി ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ ആര്യഭവനിലോട്ട് വന്നേക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ അവിടുത്തെ പോലെ ഒന്നല്ല, നേരത്തെ ഭക്ഷണം പോയി ഫുഡൊക്കെ എടുത്ത് ടോക്കണൊക്കെ കൊടുത്തിട്ട് വേണം ഫുഡ് എടുക്കാൻ. പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ ബോട്ട് ഹൗസിലേക്കാണ്. അങ്ങനെ അവിടെ കുറച്ച് ഇതിലൊക്കെ നമ്മുടെ പിള്ളേർ സെറ്റും ജെയിംസ് ചേട്ടനൊക്കെ കയറി. എനിക്കാണെങ്കിൽ എന്തോ തലയ്ക്കൊരു മാതിരി അടി കിട്ടിയ മാതിരിയായിരുന്നു, എന്താണെന്നറിയില്ല. തുമ്മലും കാര്യങ്ങളൊക്കെ വന്ന് ആകെ ഇതായി. അപ്പം ഞാനതിൽ കയറിയില്ല, ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നിന്നു. അപ്പോൾ സാധാരണ നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോട്ടിലാണ് കയറാറ്. ഇപ്രാവശ്യം ബോട്ടിൽ നമ്മൾ കയറിയില്ല, കാരണം കയറി മടുത്തു. ഇപ്പം ഇങ്ങനത്തെ ഗെയിമിലൊക്കെ കയറാമെന്ന് വിചാരിച്ച് നമ്മൾ അതിലൊക്കെ കയറി. പിന്നെ ഇപ്പുറത്ത് കുറേ ഗെയിമുകളുണ്ട് കേട്ടോ. പിള്ളേരുകളെ മയക്കുള്ള എല്ലാ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവർ കാറിൽ കയറണമെന്ന് പറഞ്ഞു, അതിലൊക്കെ കയറി. ഇതിലൊക്കെ നമ്മൾ എത്ര വട്ടം കയറിയേക്കണം, മടുത്ത് നിൽക്കുന്ന രീതിയിലാണ് നമ്മുടെ ചേച്ചിക്കുട്ടിയും ജെയിംസ് ചേട്ടനൊക്കെ നിൽക്കണത് കേട്ടോ. പിന്നെ ഞാൻ ആ കാറ് കേടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ കയറാണ്ടിരുന്നതാണ്.
അങ്ങനെ പിള്ളേർ സെറ്റ് അങ്ങോട്ട് തിരിക്കലുണ്ട്. പിന്നെ സീസോയിൽ കയറി ഈ സംഭവത്തിൽ ഈ ഡ്രാഗൻ്റെ മറ്റേ സംഭവത്തിൽ കയറി. എൻ്റെ പൊന്നോ, ഇതിൽ കയറിയിട്ട് എനിക്ക് മൊത്തത്തിലൊരു എന്തോ ഒരു സുഖക്കേട് ഉണ്ടായിരുന്നു. ഞാൻ ഇതിൽ കയറി ഛർദ്ദിച്ച് പപ്പടം പരിവായി. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കയറി കൊളാക്കണം കേട്ടോ. എനിക്കങ്ങനെ പറ്റാറില്ല. പക്ഷെ ഇതെന്തോ ആകെ പപ്പടം പരിവായി, തുമ്മലും ഇതൊക്കെ വന്ന് ആകെ ഇതായി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ നേരെ പോയത് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോൾ വന്നാലും കുറേ സമയം സ്പെൻഡ് ചെയ്യാറുള്ളത് ഈ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. അങ്ങനെ നമ്മളിവിടെ കയറി ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടല്ലോ, ഒരു മാറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ആ പുല്ലിലൊക്കെ നമുക്ക് ഇങ്ങനെ വിരിച്ച് സുഖമായിട്ട് കിടക്കാം. നല്ല തണുപ്പുണ്ട്, അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഈ നട്ടപ്പുറ വെയിലത്ത് പോലും കേട്ടോ. അപ്പം ആ കാറ്റും അതേപോലെ ചൂടും തണുപ്പൊക്കെ വരുമ്പോൾ ഒരു മിക്സ്ഡ് ഇതിലാണ് കേട്ടോ. നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ തണലുള്ള സ്ഥലമൊക്കെ നോക്കി അവിടെ സെറ്റാവാമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ മാറ്റൊന്നും എടുത്തില്ല. പക്ഷെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമ്മൾ എന്തായാലും മാറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ കെടുക്കും. അപ്പോൾ അത് പിള്ളേർ സെറ്റ് ബബിൾസൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ നൈസായിട്ടൊന്ന് കറങ്ങി ഇപ്പോൾ പോയി തന്നെ കയ്യിൽ നിന്ന്. അപ്പോൾ അവരുടെ ബബിൾസൊക്കെ മേടിച്ച് ഞാനാണ് ഇങ്ങനെ പറത്തിക്കൊണ്ടിരിക്കണേ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ബബിൾസ് ഇങ്ങനെ പറപ്പിക്കാനായിട്ട്. അപ്പോൾ കുഞ്ചൂസിൻ്റെ നൈസായിട്ട് സോപ്പ് ടവളിൽ നിന്ന് മേടിച്ചേക്കണം. അപ്പോൾ അത് എൻ്റെ മേടിച്ച് കൊണ്ടുപോവാണ്. അവൾക്ക് പറപ്പിക്കാറിയില്ല, എനിക്കാണെങ്കിൽ എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഞാൻ നൈസായിട്ട് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ 2 വട്ടം പാളിയെങ്കിലും 3ാമത്തെ തവണ എൻ്റെ ശരിയായി ഗൈസ്. വലിയ വലിയ ബബിൾസൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വലുതൊരെണ്ണം പോയി. അങ്ങനെ കുഞ്ചൂസിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാനിത് പറപ്പിക്കാൻ, നീ ഇത് പോയി പൊട്ടിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ അവളുടെ നിന്ന് മേടിച്ചിട്ടാണ് ഈ ബബിൾസ് ഇങ്ങനെ ഞാൻ പറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല രസമായിട്ടാ, നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. എല്ലാവരും വന്ന് എൻജോയ് ചെയ്യണം. എത്ര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ഇങ്ങനെ വന്ന് റെസ്റ്റ് എടുത്ത് സംസാരിച്ച് ഒക്കെ ഇരിക്കുകയാണെങ്കിൽ കൂളാണ്. അപ്പോൾ കുറേ പേര് വീഡിയോസ് എടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് അത് നൈസായിട്ട് പണി പാളി. പക്ഷെ ഞാനത് സെറ്റപ്പാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ട വലിയ ബബിൾസൊക്കെ വരുന്നുണ്ട്. അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല ഗൈസ്. അപ്പം എൻജോയ് ചെയ്തു ഞങ്ങളുടെ ട്രിപ്പ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ ബൈ.